ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ ചിത്രം മുച്ചിലോട്ട് ഭഗവതിയുടെ തെയ്യമാണ്. ഞങ്ങൾ തെയ്യത്തിൻ്റെ മേക്കപ്പ് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായി പൂർത്തിയാക്കാറില്ല. കാരണം അത് പൂർണ്ണമായാൽ കലാകാരൻ ഉടനെ മരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്നാൽ ഈ തെയ്യം അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായും പൂർത്തിയായിരിക്കുന്നു. ആരായിരുന്നു ആ കലാകാരൻ? കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. ആയിരത്തി 1976 കൊച്ചിയിലെ മുന്തിയവാസികളായ മുല്ലപ്പറമ്പിൽ തോമസ് ജോസഫിൻ്റെയും ചിന്നമ്മ ജോസഫിൻ്റെയും പുത്രനായി ജനിച്ച ക്ലിൻ്റ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൗബോയ് സിനിമകളോടുള്ള അതിയായ ഇഷ്ടം കാരണം പ്രശസ്ത നടനും ചലച്ചിത്ര സംവിധായകനുമായ ക്ലിൻ്റ് ഈസ്റ്റ്വുഡിൻ്റെ പേരിലാണ് അറിയപ്പെട്ടത്. മൃദുവായ ശരീരമുള്ള മനോഹരമായ മുഖമുള്ള ഒരു കുട്ടി. അച്ഛൻ പാപ്പു എന്ന സ്നേഹഭാവത്തിൽ വിളിക്കുന്ന പിതാവിൽ നിന്നായി ബൈബിൾ കഥകളും ഹിന്ദു പുരാണ കഥകളും കേട്ട് വളർന്നു. അതേസമയം പ്രകൃതിയെ സ്നേഹിച്ച അമ്മയിലൂടെ പ്രകൃതിയിലെ അത്ഭുതങ്ങളെക്കുറിച്ചുമാണ് ആ ബാലൻ പഠിച്ചത്. ക്ലിൻ്റിൻ്റെ അനവധി ചിത്രങ്ങളിൽ ഈ കഥകളിലെ കഥാപാത്രങ്ങൾ പുനരാവിഷ്കരിക്കപ്പെട്ടതായാണ് കാണുന്നത്. വാസ്തവത്തിൽ ക്ലിൻ്റ് ആദ്യമായി വരച്ച ചിത്രം അവരുടെ ഇരിപ്പ് മുറിയിലെ നിലത്തിൽ ചോക്ക് ഉപയോഗിച്ച് വരച്ച ഒരു തികഞ്ഞ വൃത്തമായിരുന്നു. അദ്ദേഹം 1-ാം വയസ്സിൽ പോലും എത്തുന്നതിന് മുൻപായിരുന്നു അത്. ഇത് ജോസഫിൻ്റെ കലാകാരനായ സുഹൃത്തായ ജി മോഹൻ്റെ സാന്നിധ്യം കൊണ്ടായിരിക്കണം. വീട്ടിൽ സ്ഥിരമായി വരച്ചു കൊടുക്കാറുണ്ടായിരുന്ന അദ്ദേഹം ക്ലിൻ്റിനുള്ളിൽ ഒരു തരത്തിലുള്ള പ്രചോദനം നൽകുകയായിരുന്നു. ബാക്കിയുള്ള കുട്ടികൾ കളികളിലും മറ്റ് ദിനചര്യകളിലും ആയിരിക്കാൻ സാധ്യതയുള്ളപ്പോൾ ക്ലിൻ്റ് അതിന് വിരുദ്ധമായി കലാകാരൻ്റെ ചിത്രരചനാ ഘട്ടങ്ങൾ അക്ഷരാർത്ഥത്തിൽ മുഴുവനായും ശ്രദ്ധിച്ചു. ഏക മകനായതിനാൽ മാതാപിതാക്കൾ ക്ലിൻ്റിനെ സ്നേഹിച്ച് സംരക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ നിറവാർന്ന ചോക്കുകൾ വാങ്ങി വരയ്ക്കാൻ അവസരം ഒരുക്കി. എന്നാൽ ചോക്കുപൊടിയുമായി കൂടുതൽ സമയം ചെലവഴിച്ചത് ആരോഗ്യ പ്രശ്നങ്ങളും അവരുണ്ടാക്കി. ക്ലിൻ്റിൻ്റെ ചെറു ശരീരം വേർപേറി. 3-ാം വയസ്സിലെത്തിയ ഉടൻ മരണം നേരിട്ട ഒരു അനുഭവം ക്ലിൻ്റിന് സംഭവിച്ചു. ഗുരുതരമായ കിഡ്നി രോഗം ബാധിച്ചതോടെ ആ ബാലൻ കഠിനമായ വേദനയിലൂടെ കടന്നുപോയി. വയറും കൈകാലുകളും വീർപ്പേറുകയും ചെയ്തു. അതിരില്ലാത്ത ക്ഷീണത്തിനിടയിലും ക്ലിൻ്റ് തൻ്റെ സങ്കടം, ഏകാന്തത, സ്നേഹം എന്നിവയുമായി ബന്ധപ്പെട്ട തീവ്രമായ വിഷയങ്ങളിൽ ആഴ്ന്ന തൻ്റെ ചിത്രങ്ങൾ വരച്ചു പോരുകയായിരുന്നു. ചികിത്സയ്ക്കായി ബന്ധപ്പെട്ട ഓരോ ഡോക്ടർമാരും വിഷമകരമായ നിലപാടുകളായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ പ്രശസ്തനായ ഒരു ഹോമിയോപ്പതിക് ഡോക്ടറായ ജോസഫ് എബ്രഹാം ക്ലിൻ്റിനെ അവൻ്റെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. മികച്ച ആരോഗ്യത്തോടെ മുന്നിലെ 2 വർഷങ്ങൾ മുഴുവനായും അദ്ദേഹം തൻ്റെ സൃഷ്ടികളുടെ അതിരുകൾ പരിമിതിയില്ലാതെ പിന്തുടർന്നു. ഈ സമയം സ്കൂൾ ജീവിതം ആരംഭിച്ച ക്ലിൻ്റ് അവിടെയുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കണ്ണുകളിൽ അത്ഭുതമായി തീരുകയും ചെയ്തു. തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള ആന പ്രദക്ഷിണങ്ങൾ മുതൽ മനോഹരമായ പ്രകൃതിദൃശ്യങ്ങൾ വരെ വരയ്ക്കാൻ അവൻ ശ്രമിച്ചു. മറ്റുള്ളവർ അനാദരവോടെ മറക്കുന്ന കാഴ്ചകൾ ക്ലിൻ്റ് ചിത്രരചനയിലൂടെ മനോഹരമാക്കുകയായിരുന്നു. അവസാനമായി 7-ാം പിറന്നാളിന് 1 മാസം മുൻപ് ക്ലിൻ്റ് തൻ്റെ ഭൂമിയിലെ ജീവിതത്തോട് വിട പറഞ്ഞു. കിഡ്നി രോഗം വീണ്ടും ബാധിച്ചതോടെ ഇത് മാരകമായി മാറി. ചെറിയ അസുഖമെന്ന് പറഞ്ഞു പോയിരുന്നത് കോമയിലേക്ക് കയറുകയും ക്ലിൻ്റ് വീണ്ടും ഉണരാതിരിക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ അവസാന നിമിഷങ്ങൾ വരെ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നതായി കാണാം. കോമയിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മയോട് ക്ലിൻ്റ് പറഞ്ഞത് നാം കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഒന്നുമില്ല അമ്മ, ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. വിളിച്ചിട്ടും ഞാൻ ചിലപ്പോൾ ഉണരാതിരിക്കും. ഞാൻ വെറുതെ ഉറങ്ങുകയാണ്. ദയവായി അമ്മ ദുഃഖിക്കരുത്, അമ്മ കരയരുത്. 2 മാസങ്ങൾക്ക് ശേഷം ക്ലിൻ്റ് തൻ്റെ ക്യാൻവാസിൽ അവിടെയുള്ള സർവശക്തിയായ മാതാവിനെ പൂർത്തിയാക്കുകയും അതിൻ്റെ പൂർണ്ണത്വം ഇന്നും അതിൻ്റെ മഹത്തായ കൃതിയായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. ക്ലിൻ്റിൻ്റെ പെയിൻറ്റിംഗ് പ്രദർശിപ്പിച്ച തിരുവനന്തപുരത്തെ ഒരു പ്രദർശനത്തിൽ ഒരു കൂട്ടം തെയ്യം കലാകാരന്മാരും മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ചിത്രങ്ങൾ നോക്കുന്നതിനിടയിൽ ഈ ദൃശ്യത്തെക്കുറിച്ച് അവരൊന്ന് അന്വേഷിച്ചു. അവർക്ക് ലഭിച്ച മറുപടി അവർക്കൊരിക്കലും മറക്കാനാവില്ല. അവർ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ ചിത്രം മുച്ചിലോട്ട് ഭഗവതിയുടെ തെയ്യമാണ്.
ഞങ്ങൾ തെയ്യത്തിൻ്റെ മേക്കപ്പ് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായി പൂർത്തിയാക്കാറില്ല. കാരണം അത് പൂർണ്ണമായാൽ ആ കലാകാരൻ ഉടനെ മരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്നാൽ ഈ തെയ്യം അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായും പൂർത്തിയായിരിക്കുന്നു. ഈ വാചകം ആ കേട്ടുനിന്ന അവരെയെല്ലാം ആശ്ചര്യപ്പെടുത്തി.